ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. സാഖ്യയോഗം 2-ാം അധ്യായം. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം. തം തഥാ കൃപയാവിഷ്ടമശ്രുപൂർണാകുലേക്ഷണം. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം. വിഷീദന്തമിദം വാക്യമുവാച മധുസൂദനഃ. വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. തം തഥാ കൃപയാവിഷ്ടമശ്രുപൂർണാകുലേക്ഷണം. വിഷീദന്തമിദം വാക്യമുവാച മധുസൂദനഃ. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം. വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതम्. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഭഗവാനുവാച കൃതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതम्. കൃതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതम्. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം. Yeah, so let's make sure that we do kutastua kashmalamidam vishame samupasthitam. So നമ്മൾ ഉച്ചരിക്കുമ്പോൾ മായായിട്ട് ഉച്ചരിക്കും. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം. അനാര്യജുഷ്ടമസ്വർഗ്യമകീർത്തികരമർജുന. അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. Here also ഇവിടെ നമ്മളെ ശരിയായിട്ട് നമ്മളെ ഉച്ചാരണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 പിരിച്ചില്ലാണെങ്കിൽ അനാര്യജുഷ്ടമസ്വർഗ്യം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. അല്ലെങ്കിൽ അനാര്യജുഷ്ടമസ്വർഗ്യമകീർത്തികരമർജുന. അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. അനാര്യജുഷ്ടമസ്വർഗ്യമകീർത്തികരമർജുന. അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം. അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം. അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വയുപപദ്യത്തെ. Who's next? ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ക്ലൈബ്യം ആസ്മഗമപാർത്ഥ നൈതത്തയ്യുപപദ്യതേ. So Tribhyam Masmagama Partha. There is no dirgham. So if you when you നമ്മൾ say ചെയ്യുന്നതന്നെ Tribhyam Masmagama Partha. Tribhyam Masmagama Partha Naidattvayupapadyate. So if you pay attention, instead of Tribhyam Masmagama Partha Gama Partha. Tribhyam masmagama partha naitattvayupapadyate. ക്ലൈബ്യം ആസ്മഗമപാർത്ഥ നൈതത്തയ്യുപപദ്യതേ. Shudram hridaya daurbalyam tyakto tishta parantapa. ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. Klaibyam masmagama partha naitattvayupapadyate. Shudram hridaya daurbalyam tyakto tishta parantapa. ക്ലൈബ്യം ആസ്മഗമപാർത്ഥ നൈതത്തയ്യുപപദ്യതേ. ക്ഷുദ്രം ഹൃദയദൗർബല്യം
त्यक्तोत्तिष्ठ परन्तप। कथं भीष्ममहं सङ्ख्ये द्रोणं च मधुसूदन। ॐ नमो भगवते वासुदेवाय। ॐ कथं भीष्ममहं सङ्ख्ये द्रोणं च मधुसूदन। Katham, let me stop sharing it. So we don't need to share any bit on the left. Let me stop sharing. Yeah, I'm not sharing now. Okay. Katham Bhishmamaham Sankhye Dronam cha Madhusudana. कथं भीष्ममहं सङ्ख्ये द्रोणं च मधुसूदन। Ishibhi Pradiyoshyami Pujarha Varisudana. ईशुभिः प्रतियोत्स्यामि पूजार्हा वरिसूदन। Katham Bhishmamaham Sankhye Dronam cha Madhusudana. Ishibhi Pradiyoshyami Pujarha Varisudana. कथं भीष्ममहं सङ्ख्ये द्रोणं च मधुसूदन। ईशुभिः प्रतियोत्स्यामि पूजार्हा वरिसूदन। Guru Nahatva hi Mahanubhavan. Who's doing next? തങ്കം കേറിയിട്ടില്ലല്ലോ. Yeah, അങ്ങോട്ട് ചെല്ലിയാട്ടെ. ഗുരുർനഹത്വാ ഹി മഹാനുഭാവാൻ. Guru Nahatva hi Mahanubhavan. ഗുരുർനഹത്വാ ഹി മഹാനുഭാവാൻ. Shreyo bhoktum bhaishyamapīha loke. ശ്രേയോ ഭോക്തും വൈഷ്യമ്യപീഹ ലോകേ. Shreyo bhoktum bhaishyamapīha loke. ശ്രേയോ ഭോക്തും വൈഷ്യമ്യപീഹ ലോകേ. Bhaishyam. Shreyo bhoktum വൈഷ്യമപീഹ ലോകേ. bhaishyamapīha loke. ശ്രേയോ ഭോക്തും വൈഷ്യമപീഹ ലോകേ. Hatvartakamanstu gurunihaiva. ഹത്വാർത്ഥകാമാൻസ്തു ഗുരീനിഹൈവ. Gurunihaiva. ഗുരൂനിഹൈവ. Bhunjiya bhogarudhira pradiktan. പുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. Guru nahatva hi mahanubhavan. ഗുരൂനഹത്വാ ഹി മഹാനുഭാവാൻ. Shreyo bhoktum bhaikyamapīha loke. ശ്രേയോ ഭോക്തും വൈഷമ്യ അപീഹ ലോകേ. Hatvartakamanstu gurunihaiva. ഹത്വാർത്ഥകാമാൻസ്തു ഗുരൂനിഹൈവ. Bhunjiya bhogarudhira pradiktan. പുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധ്വാൻ. ഇനി തങ്കം ചെല്ലിയോട്ടെ. തങ്ക ഫോണുണ്ട് തങ്കം ചെല്ലിയോട്ടെ. നചൈതത് വിദ്മഃ കതരന്നോ ഗിരീയഃ. കദരന്നോ ഗരീയോ. നചൈതത് വിദ്മഃ. You can also chant നചൈതത് വിദ്മഃ or നചൈതത് വിദ്മഃ കതരന്നോ ഗിരീയഃ. നചൈതദ്വിദ്മഃ കദരന്നോ ഗരീയഃ. നചൈതത് വിദ്മഃ കതരന്നോ ഗിരീയഃ. നചൈതദ്വിദ്മഃ കദരന്നോ ഗരീയഃ. യദ്വാ ജയേമ ഇതി വാ നോ ജയേയുഃ. യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ. തേവ സ്ഥിതാഃ പ്രമുഖേ ധാർതരാഷ്ട്രാഃ. തേവ സ്ഥിതാ പ്രമുഖേ ധാർതരാഷ്ട്രാഃ. ന ചൈതദ് വിദ്മഃ കതരന്നോ ഗരീയഃ. യദ്വാ ജയേമ ഇതി വാ നോ ജയേയുഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ.
തേവ സ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാः. न चैतद्विद्म कतरन्नो गरीयः यद्वा जयेम यदि वा नो जयेयुः यानेव हत्वा न जिजीविषामः तेव स्थिता प्रमुखे धार्तराष्ट्राः. സോ ഞാൻ ഇപ്പൊ രണ്ടാമത്തെ പുസ്തകം, ആദ്യത്തെ ലിറ്റിൽ ഹാർട്സ് ഗെയിൻ വിസ്ഡം എന്നുള്ള ആദ്യത്തെ പുസ്തകം നാട്ടിൽ ഒരു 300 പുസ്തകത്തോളം പ്രിന്റ് ചെയ്തിട്ട് മോസ്റ്റ്ലി നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ പുസ്തകം ഓൾമോസ്റ്റ് ഫിനിഷായി. അത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് പ്രീ പബ്ലിക്കേഷൻ നിങ്ങൾക്കെല്ലാം അയച്ചു തരാം. അതിനകത്തൊരു വിശേഷതയുണ്ട്. ഈ ഉച്ചാരണങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ അപ്പൻഡിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചാരണം എങ്ങനെ, വിസർഗത്തിന്റെ ഉച്ചാരണം എങ്ങനെ ചെയ്യണമെന്ന് ഉദാഹരണ സഹിതം നമുക്കറിയാവുന്ന ഉദാഹരണ സഹിതം ഞാൻ അയച്ചു തരാം. അത് നിങ്ങൾ പഠിക്കുക. പുസ്തകം മുഴുവൻ നിങ്ങൾ പഠിക്കുക. ഒരാഴ്ചയ്ക്ക് നിങ്ങൾ പഠിച്ച ശേഷം അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെന്നെ അറിയിക്കുകയും ചെയ്യുക. ഈ പബ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം, ഫോർവേഡ് ചെയ്യാനല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം അയച്ചു തരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റിലേക്ക് നോക്കുക. ലാസ്റ്റ് നോക്കിയാലേ വിസർഗം എങ്ങനെ ഉച്ചരിക്കണം. അപ്പം അതിൽ വിസർഗം ഉച്ചരിക്കുന്നതിന് സാമാന്യമായി നമുക്കറിയാമെങ്കിലും വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പിന്നെ ഈ അവസാനം വരികയാണെങ്കിൽ അകാരാന്ത പുല്ലിംഗമാണെങ്കിൽ നമ്മൾ ഗരീയഹ, ജയേയുഹു, ഉകാരമാണെങ്കിൽ നമ്മൾ ഗുരുഹു, പിന്നെ ആകാരാന്തമാണെങ്കിൽ ധാർത്തരാഷ്ട്രാഹ, ഈകാരാന്തമെങ്കിൽ ഇഹി, ഈകാരാന്തമെങ്കിൽ ഈഹി, ഇങ്ങനെ നമ്മൾ ചൊല്ലേണ്ടതായിട്ടിരിക്കുന്നു. അതെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ വിട്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രണ്ട് അക്ഷരം നമ്മുടെ വിസർഗം വിട്ടുപോകുന്ന ഇടയ്ക്ക് വിസർഗം വരുമ്പോൾ അത് രണ്ട് നിയമങ്ങളാണ് പാണിനി മഹർഷി എഴുതിയിരിക്കുന്നത്. ഒന്ന് ജിഹ്വാമൂലിക, ഒന്ന് ഉപദ്മാനീയ. ഉപദ്മാനീയ ജിഹ്വാമൂലിക എങ്ങനെയാണ് ചൊല്ലുന്നത്? ഇപ്പോ ന ചെയ്ത ദ്വിത്മഖതരന്നോ ഗരിയോ. ജിഹ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ജിഹ്വ എന്ന് പറഞ്ഞാൽ തൊണ്ട എന്നർത്ഥം. അപ്പോ ഖാ നമ്മൾ എവിടെ നോക്കി, കതരന്നോ ഗരിയ, കാ എവിടുന്നാ വരുന്നത്? കാ ഇവിടുന്നാ വരുന്നത് അല്ലേ? കതരന്നോ ഗരിയ, ഇവിടുന്ന് ഖാ ഇവിടുന്ന് വരുന്ന ശബ്ദമാണ്, തൊണ്ടയെന്ന് വരുന്ന ശബ്ദമാണ് കാക്ക. അപ്പോ ആ തൊണ്ടയെന്ന് വരുന്ന ശബ്ദമായതുകൊണ്ട് ഈ അതിനു മുമ്പുള്ള വിസർഗവും വിസർഗത്തിന്റെ ഉച്ചാരണവും തൊണ്ടയെന്ന് പറഞ്ഞു. ഉച്ചാരണം മുഴുവൻ ഉച്ചരിക്കത്തില്ല, പകുതി. അതിപ്പം എന്ത് ചെയ്തു? ജിഹ്വാമൂലികം എന്ന് പറയാൻ ന ചെയ്തത് വിത്മഖതരന്നോ ഗരീയ. അത് ഇവിടുന്ന് കുറച്ചേറെ നമ്മൾ ഡ്രാഗ് ചെയ്ത് വെളിയിൽ വരണം. ന ചെയ്തത് വിത്മഖതരന്നോ ഗരീയ, കുറച്ചേറെ നമ്മൾ ആ കതരന്നോ പറയുന്നതിന് മുമ്പ് കുറച്ചേറെ വെളിയിൽ, തൊണ്ടയിൽ നിന്ന് വെളിയിൽ പോകണം. ന ചെയ്തത് വിത്മഖതരന്നോ ഗരിയോ. അപ്പൊ ഇത് ഇവിടെ നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ മാത്രമല്ല, സംസ്കൃത ശ്ലോകങ്ങൾ എപ്പോഴും വായിക്കുമ്പോൾ നമുക്ക് ജിഹ്വാമൂലികം എന്ന് പറയുന്നത് ജിഹ്വയിൽ നിന്ന് തൊണ്ടയെന്ന് പറയണം. ഇനിയും ഉപദ്മാനീയം എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഓസ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടാണല്ലോ ഓസ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്ട്രത്തിൽ നമ്മൾ വിളക്ക് ഊതുന്നെങ്കിൽ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ പല്ലാണോ നമ്മൾ തൊണ്ടയാണോ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ വായുടെ എന്താ ഉപയോഗിക്കുന്നത്? ചുണ്ടാ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ അതുപോലെ എഫ് പറയാൻ നമ്മൾ ചുണ്ട് ഉപയോഗിക്കത്തില്ലേ എഫ് പറയുമ്പോഴും. അപ്പൊ ആ ചുണ്ട് ഉപയോഗിച്ചിട്ട് വേണം ആ ശബ്ദം പാ പറയാം. കാര്യം എന്താണ്? അത് വിസർഗത്തിന് ശേഷം വരുന്നത് പായോ ഭായോ ആണ്. അത് ഫലത്തിന്റെ ഭായോ പഴത്തിന്റെ പായോ ആണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ വിളക്ക് ഊതുന്നത് പോലെ ഒരു ശബ്ദം നമ്മുടെ ഇന്ന് വന്ന ശേഷം വേണം നമ്മൾ പായും കാരണം അതിനോട് യോജിക്കാൻ വേണ്ടി, അതിനകത്ത് ഒഴുകാൻ വേണ്ടി, ഈ ഒഴുക്ക് വരാൻ വേണ്ടി പാണിനി മഹർഷിയുടെ നിയമത്തിൽ ഉള്ളതാണ്. അപ്പൊ അത് ഉച്ചരിക്കുന്ന എങ്ങനെയാണ്? അപ്പം ആ സന്ദർഭം അത് വരുന്ന പറയാം. ഇപ്പൊ ഇങ്ങനെ പറയണം, ന ചൈതത് വിത്മഖതരന്നോ ഗരീയഃ. ശരിയാണ്.
न चैतद्विद्मः कतरन्नो गरीयः यद्वा जयेम यदि वा नो जयेयुः यद्वा जयेम यदि वा नो जयेयुः याने वहत्वा न जिजीविषामः हत्वा न जिजीविषामः याने वहत्वा न जिजीविषामः यानेव हत्वा न जिजीविषामः तेव स्थिताः प्रमुखे धार्तराष्ट्राः तेव स्थिता प्रमुखे धार्तराष्ट्राः ഇവിടെ ഉപമാന്യമല്ലേ അല്ലേ അല്ലേ ഇവിടെ തേവ സ്ഥിതാ സേവ സ്ഥിതാ. അപ്പൊ എന്താണ് നമ്മൾ ചുണ്ടുകൊണ്ട് ഇച്ചിരി എയർ വെളിയിലോട്ട് വിളക്ക് വിടുന്ന പോലെ ആ ശബ്ദം വരണം. തേവ സ്ഥിതാ പ്രമുഖ ധാർത്തരാഷ്ട്രാ. तेव स्थिता प्रमुखा ധാർത്തരാഷ്ട്രാः പ്രാക്ടീസ് ചെയ്യാനായിട്ട് മനസ്സിലായാലും ഇപ്പൊ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ധാരാളം സംസ്കൃത ശ്ലോകങ്ങൾ പഠിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. We just got to apply what we learn, right? Then it's easy. അടുത്താലെ കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ कार्पण्यदोषोपहतः स्वभावः പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ पृच्छामि त्वां धर्मसमूढचेताः പൃച്ഛാമി 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 ത്വാം ധർമ്മസമ്മൂഢചേതാഃ पृच्छामि त्वां धर्मसमूढचेताः പൃച്ഛ്വ അല്ല പൃച്ഛ पृच्छ പൃച്ഛ पृच्छामि പൃച്ഛ പൃച്ഛാമി എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു അർത്ഥം. പൃച്ഛാമി അഹം പൃച്ഛാമി ഞാൻ ചോദിക്കുന്നു. പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ पृच्छामि त्वां धर्मसमूढचेताः സമ്മൂഢ മൂഢവാക്കില്ലേ സമ്മൂഢ ധർമ്മസമ്മൂഢൻ. ഹീസ് ബിക്കം ധർമ്മസമ്മൂഢനായ ഞാൻ അർത്ഥം. ഞാൻ ധർമ്മസമ്മൂഢനായ. പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ पृच्छामि त्वां धर्मसम्मूढचेताः യത്ശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ. यत्श्रेयस्यानिश्चितं ब्रूहि तन्मे യശ്രേയസ് അവിടെ എങ്ങനെ ഉച്ചരിക്കണം? ഇപ്പോഴത്തെ സാ വന്നുകൊണ്ട് ശ്രേയസ്. യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ. यत्श्रेयस्यानिश्चितं ब्रूहि तन्मे ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. शिष्यस्तेऽहं शाधि मां त्वां प्रपन्नम् കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ कार्पण्यदोषोपहतः स्वभावः പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ पृच्छामि त्वां धर्मसम्मूढचेताः യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ. यत्श्रेयस्यानिश्चितं ब्रूहि तन्मे ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. शिष्यस्तेऽहं शाधि मां त्वां प्रपन्नम् വെരി നൈസ്. നഹി പ്രപശ്യാമി മമാപനുദ്യാത് न हि प्रपश्यामि ममापनुद्वा നഹി പ്രപശ്യാമി മമാപനുദ്യാത് न हि प्रपश्यामि ममापनुद्याः യശോകമുച്ഛോഷണമിന്ദ്രിയാണാം दृश्योगमुच्छोषणमिन्द्रियाणां യശോകമുച്ഛോഷണമിന്ദ്രിയാണാം यच्छोगमुच्छोषणमिन्द्रियाणाम् അവാപ്യ ഭൂമാവസപത്നമൃദ്ധം. अवाप्य भूमामसपत्नमुत्थम् അവിടെ നമ്മൾ പിരിക്കാൻ പോകരുത്. നമ്മളെ ശ്ലോകം ചെല്ലുമ്പോൾ നമ്മൾ പിരിക്കാൻ പോകണ്ട. മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പദം പിരിക്കുമ്പോൾ അവാപ്യ ഭൂമൗ അസപത്ന മൃദ്ധം എന്ന പദം പിരിക്കുമ്പോൾ അത്
ശ്ലോകം ചെല്ലുമ്പോൾ നമ്മൾ അക്ഷരം വീഴും, അക്ഷരം പോലെ. കാര്യം സന്ധിയിൽ കൂടെ അക്ഷരത്തിന് പരിവർത്തനം വന്നതല്ലേ. അപ്പൊ എന്നാലേ അതിന്റെ സന്ധി ശരിയാകത്തുള്ളൂ, എന്നാലേ ഛന്ദസ് ശരിയാകത്തുള്ളൂ. അവാപ്യ ഭൂമാവസഭഗ്നമൃദ്ധം. അവാപ്യ ഭൂമാവസപത്നമൃദ്ധം. അവാപ്യ ഭൂമാവസഭഗ്നമൃദ്ധം. അവാപ്യ ഭൂമാവസപത്നമൃദ്ധം. രാജ്യം സുരാണാമപി ചാധിപത്യം. രാജ്യം സുരാണാമപി ചാധിപത്യം. രാജ്യം സുരാണാമപി ചാധിപത്യം. രാജ്യം സുരാണാമപി ചാധിപത്യം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് ശോകമുച്ഛോഷണമിന്ദ്രിയാണാം. അവാപ്യ ഭൂമാവസഭഗ്നമൃദ്ധം. രാജ്യം സുരാണാമപി ചാധിപത്യം. നഹി പ്രപശ്യാമി മമാപനുദ്യോഗമുച്ഛോഷണം ഇന്ദ്രിയാണാം. അവാപ്യ ഭൂമാവസപത്നമൃദ്ധം. രാജ്യം സുരാണാമപി ചാധിപത്യം. ഒരു വാചകം റിപ്പീറ്റ് again. നഹി പ്രപശ്യാമി മമാപനുദ്യാത്. നഹി പ്രപശ്യാമി മമാപനുദ്യാത്. യച്ഛോകം പിരിക്കുമ്പോ എത്ത് ശോകം എന്നാണ്. എത്ത് ശോകം എന്നാണ് പിരിക്കുമ്പോൾ. പക്ഷെ ഒന്ന് ചേരുമ്പോൾ യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. അവാപ്യ ഭൂമാവസഭഗ്നമൃദ്ധം. അവാപ്യ ഭൂമാവസപത്നമൃദ്ധം. വസഭഗ്നമൃദ്ധം. വസഭഗ്നമൃ ഭൂമാവസപത്നമൃദ്ധം. അവാപ്യ ഭൂമാവസഭഗ്നമൃദ്ധം. അവാപ്യ ഭൂമാവസപത്നമൃദ്ധം. രാജ്യം സുരാണാമപി ചാധിപത്യം. രാജ്യം സുരാണാമപി ചാധിപത്യം. അടുത്ത സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം. ഏവമുക്ത്വാ ഹൃഷീകേശം. ഏവമുക്ത്വാ ഹൃഷീകേശം. ഏവമുക്ത്വാ ഹൃഷീകേശം. ഏവമുക്ത്വാ ഹൃഷീകേശം. ഹൃഷീകേശം. ഹൃഷി. ഏവമുക്ത്വാ ഹൃഷീകേശം. ഏവമുക്ത്വാ ഹൃഷീകേശം. വെരി ഗുഡ്. ഗുഡാകേശ പരന്തപഃ. ഗുഡാകേശ പരന്തപഃ. ഗുഡാകേശ പരന്തപഃ. ഗുഡാകേശ പരന്തപഃ. നയോസ്യ ഇതി ഗോവിന്ദം. നയോസ്യ ഇതി ഗോവിന്ദം. ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. മുക്ത്വാ തൂഷ്ണീം ബഭൂവഃ. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപഃ. നയോസ്യ ഇതി ഗോവിന്ദമുക്ത്വാ തൂഷ്ണീം ബഭൂവഃ. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപഃ. യോസ്യ ഇതി ഗോവിന്ദം മുക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശഃ. തമുവാച ഹൃഷീകേശഃ. തമുവാച ഹൃഷീകേശഃ. തമുവാച ഹൃഷീകേശഃ. പ്രഹസന്നിവ ഭാരത. പ്രഹസന്നിവ ഭാരത. സേനയോരുഭയോർമധ്യേ. സേനയോരുഭയോർമധ്യേ. വിഷീദന്തമിദം വചഃ. വിഷീദന്തമിദം വചഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത.
സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ശ്രീഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം ശ്രീഭഗവാനുവാചാം അശോച്യാനന്വശോചസ്ത്വം അശോച്യാനന്വശോചസ്ത്വം ശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ. പ്രജ്ഞാവാദാം ച ഭാഷസേ. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ. ഗദാസൂനഗദാം സോം ച നാനുശോചന്തി പണ്ഡിതാഃ. യദാസൂനഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. യദാസൂനഗദാം സോം ച നാനുശോചന്തി പണ്ഡിതാഃ. യദാസൂനഗദാംസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഗദാസൂനഗദ 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 നമ്മൾ ചെല്ലരുത്. ഗദാസൂനഗദ 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 ഗദാസൂനഗദാം സോം ച. യദാസൂനഗദാംസൂശ്ച ഗദാസൂനഗദ എന്നല്ല, അങ്ങനെയല്ല. ഗദാസൂന അവിടുന്ന് അവിടെ ഒരു 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 സ്റ്റോപ്പ് ചെയ്യുന്നില്ല നമ്മൾ. അതിന്റെ പകരം ഗദാസൂന് അവിടെ നിർത്തുക. ശശി ചെല്ലുന്നത് ഗദാസൂനഗദ. ആ സൂനയുടെ ഒരു 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 ഇച്ചിരി ഒരു നിർത്തിയിട്ട് ഗദാസൂനഗദാസൂം ച. യദാസൂനഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. നാനുശോചന്തി പണ്ഡിതാഃ. ഗദാസൂനഗദാം സൂം ച നാനുശോചന്തി പണ്ഡിതാഃ. യദാസൂനഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ. യദാസൂനഗദാം സോം ച നാനുശോചന്തി പണ്ഡിതാഃ. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ. ഗദാസൂനഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. നത്വേവാഹം ജാതുനാസം. ഞാൻ മ്യൂട്ട് വെച്ചായിരുന്നു പറ്റൂ. നത്തേവാഹം നാസം നത്വേവാഹം ജാതുനാസം. നത്വേവാഹം ജാതുനാസം. നത്വം നേമേ ജനാധിപാഃ. നത്വം നേമേ ജനാധിപാഃ. ന ചൈവ ന ഭവിഷ്യാമഃ. നൈചൈവ ന ഭവിഷ്യാമഃ. സർവേ മയമതഃ പരം. സർവേ വയമതഃ പരം. സർവേ വയമതഃ പരം. സർവേ വയമതഃ പരം. അവിടെ നമ്മളെ സർവേ വയം അതപ്പരം എന്ന് ചെല്ലരുത്. യഥാർത്ഥത്തില് ചെല്ലിയാൽ ദോഷമാണെന്ന് വെച്ചാൽ ഉച്ചാരണം അങ്ങനെ അല്ല എന്നേ പറയുന്നുള്ളൂ. അപ്പൊ ചെല്ലിയാൽ ദോഷമൊന്നുമില്ല. അവിടെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പിരിക്കുന്നു അർത്ഥം. പക്ഷെ ഉച്ചാരണം അങ്ങനല്ല. സർവേ വയമതഃപരം. സർവേ വയമതഃപരം. ആ മതഃപരമാണ് അവിടെ യഥാർത്ഥത്തിൽ ഉച്ചാരണം. സർവേ വയമതഃപരം. സർവേ വയമതഃ പരം. നത്വേവാഹം ജാതുനാസം. നത്വം നേമേ ജനാധിപാഃ. ന ചൈവ ന ഭവിഷ്യാമഃ. സർവേ വയമതഃ പരം. നത്വേവാഹം ജാതുനാസം. നത്വം നേമേ ജനാധിപാഃ. നൈചൈവ ന ഭവിഷ്യാമഃ. സർവേ
സർവേ വയമതഃ പരം. അടുത്ത ആരാ? തങ്കമാണെങ്കിൽ തങ്കം ചെല്ലുക. അടുത്ത ആരാ? തങ്കമാണ് അടുത്തത്. ഞാനാണ്. താഴത്തെയാവല്ലേ? ഓക്കെ. തങ്കം ലൈൻ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു മാത്രം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ. 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 തഥാ ദേഹാന്തര പ്രാപ്തിർധീരശ്ചത്ര ന മുഹ്യതി. തഥാ ദേഹാന്തര പ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ. തഥാ ദേഹാന്തര പ്രാപ്തിർധീരശ്ചത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ. തഥാ ദേഹാന്തര പ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. മാത്രാ സ്പർശാസ്തു കൗന്ദേയ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ. ശീതോഷ്ണ സുഖ ദുഃഖദാഃ. ശീതോഷ്ണ സുഖ ദുഃഖദാഃ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദു കഴിഞ്ഞിട്ട് ഒരു ഹ ശബ്ദമുണ്ട്. ദുഃഖത. അവിടെയും നമ്മുടെ ജിഹ്വാമൂലികമുണ്ട് അല്ലെ? ജിഹ്വന്ന് ദുഃഖത. മാത്രാ സ്പർശാസു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ. ആഗമാപായിനോ നിത്യാസ്താം സിദിക്ഷസ്വ ഭാരത. ആഗമാപായിനോ നിത്യാഃ താൻ തിദിക്ഷസ്വ ഭാരത. That's perfectly okay. You can split ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തു. പക്ഷെ സ്പ്ലിറ്റ് ചെയ്യുന്നത് 8 വരി കഴിഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യാവും. അല്ല അതിനിടയ്ക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. 8 വരി സ്പ്ലിറ്റ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. യം ഹിന വ്യഥയന്തി തേ പുരുഷം പുരുഷർഷഭ. യം ഹീന വ്യഥയന്ത്യേ പുരുഷം പുരുഷർഷഭ. യം ഹിന വ്യഥയന്തി തേ പുരുഷം പുരുഷർഷഭ. യം ഹിന വ്യഥയന്ത്യേ പുരുഷം പുരുഷർഷഭ. സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. Very nice. യം ഹിന വ്യഥയന്തി തേ പുരുഷം പുരുഷർഷഭ. സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. യം ഹീന വ്യഥയന്ത്യേ പുരുഷം പുരുഷർഷഭ. സമദുഃഖ സുഖം ധീര സോമൃതത്വായ കൽപ്പതേ. ധീരം സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. Let's do one more time. യം ഹിന വ്യഥയന്തി തേ പുരുഷം പുരുഷർഷഭ. സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. യം ഹീന വ്യഥയന്ത്യേ പുരുഷം പുരുഷർഷഭ. സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ. ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോസ്തത്വദർശിഭിഃ. ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വന്വയോസ്തത്വദർശിഭിഃ.
त्वनयोस्तत्त्वदर्शिभिः त्वनयोस्तत्त्वदर्शिभिः त्वनयो ओके उभयोरपि दृष्टोऽन्तस्त्वनयोस्तत्त्वदर्शिभिः उभयोरपि दृष्टोऽन्तः अस्ति उभयोरपि दृष्टोऽन्तः त्वनयोस्तत्त्वदर्शिभिः नासदो विद्यते भावो नाभावो विद्यते सतः उभयोरपि दृष्टोऽन्तस्त्वनयोस्तत्त्वदर्शिभिः नासदो विद्यते भावो नाभावो विद्यते सदः उभयोरपि दृष्टोऽन्तस्त्वनयोस्तत्त्वदर्शिभिः अविनाशितु तद्विद्धि येन सर्वमिदं तदम् अविनाशितु तद्विद्धि येन सर्वमिदं ततम् अविनाशितु तद्विद्धि येन सर्वमिदं तदम् अविनाशितु तद्विद्धि येन सर्वमिदं तदम् विनाशमव्ययस्यास्य न कश्चित् कर्तुमर्हति विनाशमव्ययस्य न कश्चित् कर्तुमर्हति अविनाशितु तद्विद्धि येन सर्वमिदं तदम् विनाशमव्ययस्यास्य न कश्चित् कर्तुमर्हति अविनाशितु तद्विद्धि येन सर्वमिदं तदम् विनाशमव्ययस्य न कश्चित् कर्तुमर्हति अन्धवन्द इमे देहाः अन्धवन्द इमे देहाः अन्धवन्द इमे देहाः अन्धवन्द इमे देहाः नित्यसोक्ताः शरीरिणः നിത്യസോക്താ ശരീരിണഃ അവിടെ നമ്മൾ എന്ത് ചെയ്യണം നിത്യസോക്ത കഴിഞ്ഞിട്ട് ഷ ഒരു ഷ ശബ്ദം അതായത് ഇപ്പോഴത്തെ അതിന് കഴിഞ്ഞിട്ടുള്ള ഷായ ഉണ്ടല്ലോ ആ ഷായ ഇവിടെ ഇരട്ടിച്ച് രണ്ട് ഷായ എഴുതിയാൽ എങ്ങനെ ഉച്ചരിക്കണം അങ്ങനെ ചൊല്ലുക നിത്യസോക്താശരി രണ്ട് ഷായ എഴുതിയാൽ എങ്ങനെ ഉച്ചരിക്കും നമ്മള് ഷ കഴിഞ്ഞിട്ട് ഒരു ഷായ ഇല്ലേ നിത്യസോക്താശരീരിണ അങ്ങനെ ഉച്ചരിക്കണം അന്ധവന്ത ഇമേ ദേഹാഃ നിത്യസോക്താശരീരിണഃ അന്ധവന്ദ്യ ഇമേ ദേഹാഃ നിത്യസോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത അനാശിനോ പ്രമേയസ്യ തസ്മദ്യുത്യാസ്വ ഭാരത തസ്മാദ്യു ഇങ്ങനെ പറഞ്ഞു എത്രയും പറഞ്ഞ് തസ്മാദ്യു 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 ധ്യസ്വ ഭാരത ധ്യസ്വ ഭാരത ധ്യസ്വ ഭാരത ധ്യസ്യ ഭാരത ധ്യസ്വ ധ്യസ്വ ഭാരത ധ്യസ്യ ഭാരത ധ്യസ്വ സ്വന്തം എന്ന് പറഞ്ഞല്ലേ ധ്യസ്വ ഭാരത ധ്യസ്വ ഭാരത തസ്മാദ്യുധ്യസ്വ ഭാരത പിരിക്കാൻ പോലെ തസ്മാദ്യുധ്യസ്വ ഭാരത തസ്മാദ്യുധ്യസ്വ ഭാരത അന്ധവന്ത ഇമേ ദേഹാഃ നിത്യസോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുധ്യസ്വ ഭാരത അന്ധവന്ത ഇമേ ദേഹാഃ നിത്യസോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുധ്യസ്വ ഭാരത ഒരു ദായും ഒരു യുധ്യസ്വ
യുദ്ധ്യസ്വ അങ്ങ് മാറ്റി നമ്മൾ യുദ്ധ്യസ്വ ഭാരത, അതാദ്യം യുദ്ധ്യസ്വ ഭാരത. അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ ഭാരത യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. യുദ്ധ്യസ്വ, സ്വയം യുദ്ധം ചെയ്യും. യുദ്ധ്യസ്വ ഭാരത. പിന്നെ തസ്മാത്, പിന്നെ തസ്മാത് ആദ്യം തസ്മാത് യുദ്ധ്യസ്വ ഭാരത. അവിടെ മനുഷ്യരുടെ പുസ്തകമുള്ളവർക്ക് അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന നോക്കി യുദ്ധ്യസ്വ. യുദ്ധ്യസ്വ എന്നൊരു പദമില്ലേ, യുദ്ധ്യസ്വ. അതിനു മുമ്പ് തസ്മാത് കൂടി ചേർക്കണം, അത്രേ ഉള്ളൂ. തസ്മാത് യുദ്ധ്യസ്വ ഭാരത, യുദ്ധ്യസ്വ ഭാരത, യുദ്ധ്യസ്വ ഭാരത, തസ്മാത് യുദ്ധ്യസ്വ ഭാരത, അത്രേ ഉള്ളൂ. തസ്മാത് യുദ്ധ്യസ്വ ഭാരത. അവിടെ ചൊല്ലാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തസ്മാത് യുദ്ധ്യസ്വ ഭാരത, ശബ്ദം തെറ്റിക്കോട്ടെ, എന്നാലും ചൊല്ലുന്നത് ശരിയാകും. തസ്മാത് യുദ്ധ്യസ്വ ഭാരത, അവിടെ നിർത്തിക്കൂ. തസ്മാത് യുദ്ധ്യസ്വ ഭാരത, തസ്മാത് യുദ്ധ്യസ്വ ഭാരത. അന്തവന്ത ഇമേ ദേഹാഃ നിത്യസോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാത് യുദ്ധ്യസ്വ ഭാരത. അന്തവന്ത ഇമേ ദേഹാഃ നിത്യസോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാത് യുദ്ധ്യസ്വ ഭാരത. ഭാരത. തസ്മാത് യുദ്ധ്യസ്വ ഭാരത. So maybe we need to work on that a little more. So അത് പിരിച്ച് ചൊല്ലുന്നൊരു കുഴപ്പമില്ല. അവിടെ ഛന്ദസ് തെറ്റിയാലും നമ്മളെ അക്ഷരം ശരിയായിട്ട് ചൊല്ലുന്നത്. അപ്പം തസ്മാത് യുദ്ധ്യസ്വ, യുദ്ധം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, യുദ്ധം. യുദ്ധ്യസ്വ ഭാരത, തസ്മാത് യുദ്ധ്യസ്വ ഭാരത. അവിടെ ഒന്ന് പിരിച്ച് ചെല്ലുന്നോണ്ട് തെറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അക്ഷരം ശരിയാകും. പിന്നെ പിരിച്ച് ചെല്ലി നമുക്ക് ഒന്നിച്ച് ചെല്ലാനുണ്ട്. പിന്നെ നിർത്താൻ നമുക്ക് അടുത്ത സൺഡേയിൽ ഇതുപോലെ ഈ സമയത്ത് ബാക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും ഒന്നിച്ച് ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശിവരാത്രി. ശുഭരാത്രി.